അരിക്കൊമ്പനെ ഓർത്ത് ആശങ്കയിലാണ് ഇപ്പോൾ ചിന്നക്കനാലുകാർ. തമിഴ്നാട്ടിലെത്തിയ അരിക്കൊമ്പനെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്താനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് ചില വെളിപ്പെടുത്തൽ കൂടി പുറത്തെത്തുന്നത്. അരിക്കൊമ്പൻ ഒരിക്കലും ഉപദ്രവകാരി ആയിരുന്നില്ല എന്നാണ് ചിന്നക്കനാലിലുള്ളവർ അവനെ ഓർക്കുന്നത്. അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലേറ്റ മുറിവും ഇവിടുത്തുകാരിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇനി ഒരു പക്ഷേ അരിക്കൊമ്പൻ ചിന്നക്കനാലിലേക്ക് മടങ്ങിയെത്തില്ല എന്നാണ് ഇപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്. അതിനുള്ള ആരോഗ്യം അവന് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ ആരോഗ്യവാനായ കൊമ്പനെ നിരായുധനാക്കി നാടുകടത്തി ഒഴിവാക്കി വിട്ടത്? നിരവധി ചോദ്യങ്ങളാണ് ഇവിടുത്തുകാർക്ക് ഉയർത്താനുള്ളത്. കരുത്തനായിരുന്നു അരിക്കൊമ്പൻ, പക്ഷേ ഇപ്പോൾ നിരന്തരമുള്ള പീഡനം അവനെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. തുമ്പിക്കൈയിലേറ്റ മുറിവിനെക്കുറിച്ച് അരുൺ സക്കറിയ എന്ന ഡോക്ടർ മനഃപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് ചിന്നക്കനാലുകാർ വിശ്വസിക്കുന്നത്. ഭക്ഷ്യക്ഷാമമാണ് ഓരോ വന്യജീവികളുടെയും നാട്ടിലേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അരുൺ സക്കറിയ എന്ന ഡോക്ടർ ഒരു മൃഗസ്നേഹി ആയിരുന്നെങ്കിൽ ഇത്തരം ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം ഒരുക്കി നൽകുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകുകയായിരുന്നു വേണ്ടത് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് കടക്കണിയിലേക്ക് പോകുമ്പോൾ ലക്ഷങ്ങൾ മാത്രം മുടക്കിക്കൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന് പിന്നിലുള്ള കാരണവും അവർ തന്നെ വ്യക്തമാക്കുന്നു. കാട് കയ്യേറി പിടിച്ചടക്കാൻ വേണ്ടി തയ്യാറെടുത്തു വരുന്ന വൻകിട ഭൂമാഫിയകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഇത്തരം സാധുമൃഗങ്ങളെ സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നാടുകടത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണവും ചിന്നക്കനാൽ 301 കോളനി നിവാസികൾ ഉയർത്തുന്നുണ്ട്. ആന്റണി സർക്കാരിന്റെ കാലത്ത് കുറെ പാവം പിടിച്ച ജനങ്ങളെ 301 കോളനിയിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയായിരുന്നു. ആഘോഷപൂർണമായിട്ടായിരുന്നു അത് നടത്തിയത്. അതിനുശേഷം വൻകിട റിസോർട്ട് മുതലാളിമാർ ഈ മേഖലകളിൽ പിടിമുറുക്കുകയും റിസോർട്ടുകൾ സ്ഥാപിക്കുകയുമായിരുന്നു. അരിക്കൊമ്പന്റെ അവസ്ഥ ഇവിടുത്തെ പാവങ്ങൾക്കും ഉണ്ടാകുമെന്നും ഇവിടുത്തുകാർ പറയുന്നു. അരിക്കൊമ്പൻ ഇവിടെ ഒരാളെ പോലും ഉപദ്രവിച്ചിരുന്നില്ല. ബാക്കിയൊക്കെയും ഇവിടെ കയ്യേറ്റത്തിന് ശ്രമിക്കുന്ന വൻകിട ഭൂമാഫിയകളുടെ സൃഷ്ടി മാത്രമാണെന്നും ഇവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടുത്തുകാരെ സ്വാധീനിച്ച് സമരമുഖത്തേക്ക് ഇറക്കിവിട്ടതും ഇതേ ഭൂമാഫിയ തന്നെയാണെന്നും ഇവിടുത്തുകാർ പറയുന്നു. അരുൺ സക്കറിയ നിരന്തരം അരിക്കൊമ്പനെ പിടികൂടുന്നതിന് വേണ്ടി ശ്രമിച്ചതിന് പിന്നിലും വൻകിട ഭൂമാഫിയകളാണ് ഉള്ളതെന്നും ഇവിടുത്തുകാർ ആരോപിക്കുന്നു. അരിക്കൊമ്പനെ ഇവിടുത്തുകാർ അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നാണ് ചിന്നക്കനാലുകാർ പറയുന്നത്. അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലേറ്റ മുറിവ് അന്ന് അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു. മാധ്യമങ്ങളെയും പൊതുജനത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു അതൊക്കെയുമെന്നാണ് ചിന്നക്കനാൽ സ്വദേശികൾ ആരോപിക്കുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നാലും അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലേറ്റ മുറിവ് ആഴത്തിലുള്ളതും ഗുരുതരവുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. തമിഴ്നാട്ടിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് നാടുകടത്തപ്പെട്ട അരിക്കൊമ്പന്റെ ഭാവി ഇനി എന്ത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അരിക്കൊമ്പൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സർക്കാരിൻ്റെയും കേരളത്തിലെ വനം വകുപ്പിൻ്റെയും മാത്രം അപരാധം തന്നെയാണ്.